അപ്പോൾ നമുക്ക് സാധിക്കുമെങ്കിൽ അന്നേ ദിവസം നമ്മുടെ ഈ ഏകാദശി വ്രതം സമർപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നമസ്കരിച്ച് ഒരു ദക്ഷിണ അവിടെ ഭഗവാനോ അല്ലെങ്കിൽ ആചാര്യനോ സമർപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന തുളസി തീർത്ഥം സേവിച്ചിട്ട് വേണം ഏകാദശി വ്രതം അവസാനിപ്പിക്കാൻ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്? ഏകാദശിയുടെ തലേന്ന് തുടങ്ങി ഏകാദശിയുടെ പിറ്റേന്ന് അവസാനിക്കുന്ന തരത്തിൽ ഒരു 3 ദിവസത്തെ ഏതാണ്ട് ഏകദേശം ഒരു 60 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം. കാരണം ഇത്രയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു വ്രതം എടുക്കാനുള്ള ഒരു അവസരം ഭഗവാൻ നമുക്ക് തരുമ്പോൾ അതിനെ യഥാവിധി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ തവണയും ഏകാദശി എടുക്കുന്ന എത്രയോ ആളുകളായിരിക്കും ഇത് കേട്ടോണ്ടിരിക്കുകയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. ഏതെങ്കിലും ചിലപ്പോൾ 1-2 കുട്ടികൾ ആദ്യമായിട്ട് ഇത് എടുക്കണമെന്ന് കരുതുന്ന ആൾക്കാർക്ക് ലഘുവായിട്ടുള്ള രീതിയിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ എന്നാൽ അതിൻ്റെ അന്തസത്ത ചോർന്നു പോകാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ സമയങ്ങൾ എങ്ങനെയൊക്കെയാണ്, എപ്പോഴാണ് ഏകാദശി തുടങ്ങുന്നത്, എപ്പോഴൊക്കെയാണ്